എന്റെ ഐഡിയ കൊള്ളാം. കോടിക്കണക്കിന് രൂപ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അതിന് അവന് ലക്ഷം കോടി നമ്മൾ തിരിച്ചറിയാവോ? നീ അങ്ങനെ അവനെ വലിയ മരകൃഷ്ണനായിട്ടൊന്നും കാണാതെ കുറച്ച് കാര്യങ്ങളൊക്കെ അവനും അറിയാം. അവനിപ്പോൾ ആദ്യം സമ്മതിക്കണം, അതല്ലേ നമ്മുടെ ആവശ്യം. ബാക്കി പിന്നല്ലേ. അല്ലെങ്കിൽ തന്നെ അവർ അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള വീട്ടുകാരാ. അവന്റെ മനസ്സ് മാറി കാണുമോ? പിന്നെ മാറാതെ ഇപ്പൊ കണ്ടോണം. കാശെന്ന് കേട്ട് കഴിഞ്ഞാൽ കമന്ന് വീഴുന്ന പാർട്ടിയാ. നീ അവൻ വരുമ്പോഴത്തേക്ക് കളിയാക്കാനൊന്നും നിൽക്കണ്ട. ചിലപ്പോൾ അവൻ മനസ്സ് മാറിയിട്ട് അവൻ വീണ്ടും തിരിച്ചു പോയാലോ? കാശെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചാലും അവൻ വേണ്ടെന്ന് പറയൂല. അത് മതി. രണ്ടുപേരുണ്ടല്ലോ. അതെ, സുമ പറഞ്ഞേ അവനെ അപ്പപ്പെടുത്തുന്ന എടുത്തുചാട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ മനസ്സിരുത്തി ആലോചിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതാ ശരിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കല്യാണത്തിന് സമ്മതമാണ്. ആണല്ലേ? പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? എടാ സുമേ, എല്ലാം പറഞ്ഞിട്ടുണ്ട്. വാ അവിടെയോ? നാണം കണ്ടോ? എന്തായാലും നിന്റെ തീരുമാനം നന്നായി. ഒരു കാര്യം ഞാൻ എന്തായാലും എല്ലായിടത്തും പറഞ്ഞേക്കാം. എനിക്ക് എന്തായാലും സ്ത്രീധനം വേണ്ട. ഇനിയിപ്പം അവളുടെ അച്ഛൻ എന്തുവാന്ന് വെച്ചാൽ മോക്ക് കൊടുക്കുന്ന നമുക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. അല്ല, ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യുന്നു? അവളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക. വേറൊരു ആക്ടിവിറ്റീസും ഇല്ലടാ. ഒരു മിണ്ടാപ്പൂച്ച കൊച്ച്. എന്നാ ഒരു പെണ്ണ് കാണൽ സെറ്റ് ചെയ്യട്ടെ. അത് പറഞ്ഞപ്പോഴാണ് നാത്തൂനെ ഞാൻ കണ്ടില്ല. ഫോട്ടോ വല്ലതും ഉണ്ടോ? നിന്നെ കാണിച്ചില്ലല്ലേ? ആ ഫോണിനകത്ത് തന്നെ. ശരി, ഇതാണ് കുട്ടി. ഇത് ദുർഗയല്ലേ? നിനക്കറിയോ? എനിക്കറിയാം. നിനക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടോ? ഒന്നുമില്ല, പക്ഷെ എനിക്കറിയാം ഈ കല്യാണം നടക്കത്തില്ല. അതെന്തായാലും നടക്കാത്തെ? നടക്കത്തില്ല. അത്ര എനിക്ക് ഇഷ്ടമല്ല. നിനക്കെന്ത് ഇഷ്ടമല്ലാത്തെ? എനിക്ക് ഇഷ്ടമല്ല. ഈ കല്യാണം നടക്കത്തില്ല. നിനക്കെന്ത് ഇഷ്ടമല്ലാത്ത ഭയങ്കര? എനിക്ക് ഇഷ്ടമല്ല. അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ നടക്കത്തില്ലല്ലോ. നിനക്ക് ഇഷ്ടം അവനെ ഒരു വിധത്തിൽ ഒന്ന് സമ്മതിപ്പിച്ചാ അത് കൊള്ളാല്ലേ? നീ പോയി ചോദിച്ചാണ് അവൻ്റെ അടുത്ത് എന്താണ് കാര്യം? ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അത്ര ഭയങ്കര കാര്യം. സമ്മതിക്കത്തില്ല. കാര്യം പറ. നീ കാര്യം എന്താണെന്ന് പറ. കാര്യം പറയാൻ പറ്റത്തില്ല. സമ്മതിക്കത്തില്ല. അത്ര തന്നെ. ഈ കല്യാണം അങ്ങനെ നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ മുടക്കും. ഉറപ്പാ. എടി, എന്നാ പിന്നെ നിനക്ക് നേരത്തെ പറഞ്ഞായിരുന്നോ? എന്നെ മറക്കണമെന്ന് പറഞ്ഞാൽ സുനന്ദയ്ക്ക് മെസ്സേജ് നീ കണ്ടില്ലായിരുന്നോ? അപ്പൊ എനിക്കറിയായിരുന്നു നീ ദുർഗേനെ കേട്ടാ പോകുന്നത്. അതിന് ദുർഗയ്ക്ക് എന്താ കുഴപ്പം? നീ പറ. സമ്മതിക്കത്തില്ല. ഇതാ പോയി ഒന്നും മിണ്ടാതെ അവളങ്ങ് പോയി. ഇപ്പൊ ഉത്തരത്തിരിക്കുന്ന പോവുകയും ചെയ്ത് കഷത്തിരിക്കുന്ന കിട്ടിയതുമില്ല. എല്ലാവർക്കും സമാധാനമായല്ലോ ഇപ്പൊ. എടാ അങ്ങനെയല്ലടാ, ഉത്തരത്തിൽ നിന്ന് കിട്ടിയില്ല, കഷത്തിൽ നിന്ന് പോയെന്നാ. എന്തായാലും പോയോ? എല്ലാവർക്കും ഇപ്പൊ സമാധാനമായല്ലോ. എടാ ഒറ്റ അടി അടിച്ചെന്നാണ്. കുരുങ്ങി വീഴല്. നീ സമാധാനപ്പെടും. ഞാൻ വിളിച്ച് ചോദിക്കാന്ന് പറഞ്ഞല്ല. എന്താണ് കാര്യം? എന്തായിരിക്കും? എനിക്ക് തോന്നുന്നതേ ചിലപ്പോ ഈ പൈങ്കിളിയും ദുർഗയും പഴയ ഫ്രണ്ട്സ് ആയിരിക്കും. അതിന്റെ ഒരു സ്നേഹം വെച്ചിട്ടായിരിക്കും അവളെ കല്യാണത്തിന് സമ്മതിക്കാത്തത്. അതെന്താ അടുത്ത് അങ്ങനെ പറഞ്ഞേ? എടാ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് മനസ്സിലായി. ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന അതിന്റെ ജീവിതം പോയെന്നല്ലേ ഉദ്ദേശിച്ചത്? അയ്യോ, എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. പൈങ്കിളി ചിലപ്പോ അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും അത് വേണ്ടെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടത്തെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സമയത്ത് 5 പെൺപിള്ളേരെ നോക്കാനുള്ള കപ്പാസിറ്റി മനസ്സിലുണ്ട്. പിന്നെ ഒരു പെണ്ണിനെ മാത്രം നോക്കാനുള്ള ഇത്. അത് ഞങ്ങൾക്ക് അറിയാം. ഞാൻ കുറച്ചെടുത്ത് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. എന്തുവാടാ അച്ഛാ അവര് പറയുന്ന കേട്ടോ അച്ഛാ, ഞാൻ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് നേരെ നോക്കത്തില്ലെന്ന്. എന്നാര് പറഞ്ഞു? ചേട്ടത്തി. എന്തുവാ മോളെ, സംഗതി ഉള്ളതാണെങ്കിൽ അവന്റെ മുഖത്ത് അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അച്ഛൻ എന്തു പറയുന്നത്? എടാ ഞാനൊരു തമാശ പറഞ്ഞാടാ. ഇതാണോ തമാശ? എനിക്ക് തമാശ തോന്നില്ലല്ലേ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അസ്ഥാനത്ത് തമാശ അടിക്കലെന്ന്. ചെറുക്കൻ പോയത് കണ്ടാ? എന്താണ് സുമേഷേ? എടാ നീ പിണങ്ങാതടാ മോനെ. എടാ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. വേണ്ട അച്ഛാ, ഞാനിത് ആദ്യമായിട്ടൊന്നും അല്ല കേൾക്കുന്നത്. ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. വെറുതെ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ തൊലക്കുന്നത്? എടാ നീ കല്യാണം കഴിക്കണം. നീ കല്യാണം കഴിച്ചില്ല പിന്നെ ആര് കല്യാണം കഴിക്കാനാ? ഞാൻ വെറുതെ ഇടയ്ക്ക് കയറി ഒന്ന് ഒരു കൗണ്ടർ അടിക്കാൻ നോക്കിയതല്ലേ. അപ്പൊ ചേട്ടത്തി പറഞ്ഞതോ? അവളൊരു സംശയം പറഞ്ഞതാണെന്നല്ലേ പറഞ്ഞത്. അതങ്ങനെ ആവാനേ വഴിയുള്ളൂ. നീ അത് വിട്ടുകളാ. അച്ഛൻ ഇങ്ങോട്ടൊന്നും മറിക്കേ. എടാ ഞാൻ നിന്റെ കല്യാണത്തിന് എന്താ സമ്മതിക്കായിരുന്നെന്ന് നിനക്കറിയോ? വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് എല്ലാം മനസ്സിലായി. നിനക്ക് എന്നെ മനസ്സിലായെന്നാ? ഒരു പെണ്ണിന്റെ ജീവൻ തൊലക്കണം വിചാരിച്ചാൽ നീ എങ്ങനെ പറയുന്നത്? അതുകൊണ്ട് അല്ലടാ പൊട്ടാ, നിന്റെ ജീവിതം തൊലയട്ടെന്ന് വിചാരിച്ചിട്ടാ. ആ പെണ്ണ് സൈക്കോ ആടാ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുനി തീർത്ത് ഇരിക്കുകയും ആ മുത്തി ശ്വാസം മുട്ടിക്കുകയൊക്കെ ചെയ്യും. നേരത്തെ പറഞ്ഞാ പോരെ? അത് പിന്നെ അപ്പൊ ഇവൻ വിചാരിക്കത്തില്ല എനിക്ക് ഇവനോട് സ്നേഹം ഉണ്ടെന്ന്. അത് പിന്നെ നീ എന്തിനാ ഇപ്പൊ പറഞ്ഞേ? അത് നിന്നോട് ശരിക്കും സ്നേഹമുള്ളതുകൊണ്ട്. ഓഹോ, അപ്പൊ ഞാൻ അടികൊണ്ട് ചാവുന്ന എനിക്ക് ഇഷ്ടമല്ല അല്ലേ? എടാ ഏതെങ്കിലും പെമ്പിള്ളാര് വന്ന് നിന്നെ തല്ലി കൊന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെ മെക്കിട്ട് കയറുടാ. അത് മാത്രല്ല അവള് കുംഫുവാടാ. കുംഫു അല്ലടി, ജുജുത്സു. അപ്പൊ ചേട്ടത്തിക്ക് അറിയായിരുന്നില്ലേ? എടാ നീ ഉത്തമനാ പറഞ്ഞു ഇതുപോലെ അഭ്യാസം പഠിച്ച ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നാലും നിന്നെ നിലക്കി നിർത്താൻ പറ്റുള്ളൂ. എന്നാലും ചേട്ടാ ഒരു അനിയനെ ഇങ്ങനെ കുരുതി കൊടുക്കാൻ ശ്രമിക്കണ്ടായിരുന്നു. എടാ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയോ? എടാ ഒന്നും മിണ്ടണ്ട.
അതൊക്കെ വിട് അതൊക്കെ വിട്. എന്തായാലും നീ ഇടികൊള്ളാം, രക്ഷപ്പെട്ടല്ലോ. അച്ഛാ ഹൈലൈറ്റ് അതൊന്നുമല്ല, ഒരു സഹോദരി സഹോദരന്റെ അടുത്ത് സ്നേഹമുണ്ടെന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിനകത്ത് സ്നേഹമില്ലേ? ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഏ? ഇല്ല. നല്ല സ്നേഹമില്ലേ? എടാ, 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 കൊച്ചിനെ കൈ 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 ചേട്ടാ, അയ്യോ, അയ്യോ. ഞാൻ നോക്കട്ടെ. ഇതാ കൊടുത്തത്. എന്താ നൊന്താൻ നീ? എടാ, നൊന്താൻ നീ? മതി, മതി, മതി. നൊന്താൻ നീ എന്ത് ചെയ്യും? നീ നൊന്താൻ എന്ത് ചെയ്യും? കാണിക്കുന്ന പിന്നെ. നിനക്കെന്തുവാ? പറ്റത്തില്ല. കാണിക്കുന്ന പിന്നെ. നിനക്കെന്തുവാ? പറ്റത്തില്ല. എനിക്ക് ദേഷ്യം വരുത്തില്ല. പിന്നെ എനിക്ക് വരത്തില്ലേ? എന്തുവാ എന്തുവാ ഇതെടുത്ത് കാണിക്ക് ഞാൻ. എന്തുവാ ചോട്ടറി ചോട്ടറി നീ. ദുർഗയൊന്നും വേണ്ട, ഇവള് തന്നെ ഉണ്ടല്ലോ ഇവിടെ, മതി.